എന്റെ ചോദ്യം UDF-ന്റെ പ്രതിനിധിയാണ്. ഈ ചോദ്യം എന്തായാലും മറുപടി നിങ്ങൾ പറയുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് പല സ്ഥലങ്ങളിലും ചോദിച്ചു കേട്ടു, പക്ഷേ UDF-ന്റെ ഭാഗത്ത് നിന്ന് ശരിക്കുള്ള ഒരു മറുപടി കേട്ടിട്ടില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ, LDF-ന്റെ ഭാഗത്ത് നിന്നും SDPI, RSS അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പേരെടുത്ത് ഞാൻ പറയാം, RSS സ്വരാജും പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ഇതിനു മുമ്പ് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതെ, താങ്കൾക്ക് അങ്ങനെ പറയാൻ, പേരെടുത്ത് പറയാൻ കഴിയുമോ? RSS, SDPI അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കുമോ? പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? മലപ്പുറം ജില്ലയിലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പൊന്നാനിയിലുള്ള സിദ്ദിഖ് പരസ്യമായി SDPI-യുടെയും ഇതേപോലുള്ള PDP-യുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞു. സ്വരാജ് അതിനെ എതിർത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ടില്ലേ? സ്വരാജ് അങ്ങനെയല്ല പറഞ്ഞത്. സ്വരാജ് അങ്ങനെയല്ല പറഞ്ഞത്, അത് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെ? ജോജി, അപ്പോ സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാ, പിന്നെ കുഴഞ്ഞില്ലേ? ജോജി അദ്ദേഹം സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അപ്പൊ കുറെ കൂടെ വലിയ നേതാവല്ലേ? വളരെ നന്നായി പറഞ്ഞു. കാരണം അറിയോ, വഴിക്കടവ് പഞ്ചായത്തിനേക്കാൾ വലുതാണ് ജില്ലാ UDF. നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലേ? അതാ പറഞ്ഞേ, സ്വരാജ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആണെന്നാ പറഞ്ഞ. അപ്പോ ഒരു അഭിപ്രായം വന്നപ്പോൾ അതിനെ തിരുത്തുന്ന ഒരു നടപടിയോ വിശദീകരണമോ മറ്റൊരു നേതാവിൽ നിന്ന് ഉണ്ടായില്ലേ എന്നാണ് എന്റെ ചോദ്യം. എങ്ങനെ ഷബീർ, ഇവിടെ ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അദ്ദേഹം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ, അല്ല, അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തിലെ UDF-ന്റെ ഒരു നേതാവും വഴിക്കടവിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ നിങ്ങൾ വളച്ചൊടിക്കാൻ നിൽക്കരുത്. UDF ഇപ്പോൾ വലിയ അങ്കലാപ്പിനാണ് ഇവിടെ. ശരിയാണ്, സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി വിറളി പിടിച്ച് നടക്കുകയാണ്. ഒരാളും UDF-ന്റെ പ്രവർത്തന രംഗത്ത് പോലും വരുന്നില്ല. ഇനി ഒരു കാര്യം പറയാം, ഇപ്പൊ TM സിദ്ദീഖ് എന്താ പറഞ്ഞത്? മുഴുവൻ മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ് പറഞ്ഞത്. SDPI-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണമെന്ന് TM സിദ്ദീഖ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വളച്ചൊടിക്കുന്നത്, അതിന്റെ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട്, ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുമായും SDPI-യുമായും കേരളത്തിന്റെ കഴിഞ്ഞകാല പൊതു തിരഞ്ഞെടുപ്പുകളിൽ പല ഹോട്ടലുകളിലും പാതിരാ പകൽ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് വേണ്ട എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടെ മത്സരിക്കുന്ന സഖാവ് സ്വരാജ് പറഞ്ഞു, ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞില്ലേ? നിങ്ങൾ അങ്ങനെ പറ എന്നാ പറയുന്നത്. ഇവിടെ UDF-ന് ആർജവം ഉണ്ടോ? ഞങ്ങൾക്ക് SDPI-യുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അത് എങ്ങനെ പറയും? അത് പറയാൻ പാലക്കാട്ട് അനുഭവം ഞാൻ സിമ്പിൾ ആയി കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ UDF, LDF-ഉം SDPI-യും BJP-യും മത്സരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, എനിക്കിവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് LDF-ന്റെ വോട്ട് വേണ്ട എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഇത് രണ്ടും രണ്ടാണ്. മതേതരവാദികളും മതനിരപേക്ഷവാദികളും വർഗീയവാദികൾ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് വേണം. ഞങ്ങൾ പറയുന്നു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. മറ്റൊന്നുകൂടെ ഞങ്ങൾ പറയുന്നു, വർഗീയവാദികൾ മനുഷ്യരല്ല.